അതെ, അതിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പ്രതികരണം എന്ന് പറയുന്നത്, നമ്മുടെ അമ്മ സംഘടനയുടെ ജനറൽ ബോഡി ദിവസം അവിടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമ്മയുടെ നിലവിലുണ്ടായിരുന്ന എല്ലാ ഭാരവാഹികളും ഞങ്ങൾ രാജിവെച്ച് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അവർ പ്രഖ്യാപിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പ്രസിഡന്റ് ഞാൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടെ രാജിവെക്കുന്നു എന്ന് അംഗങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞ് അവിടുന്ന് പോയപ്പോൾ അവിടെ പെട്ടെന്നൊരു വാക്കുമുണ്ടായി, ഒരു അബാൻമെൻറ്റ്, ഒരു പെട്ടെന്നൊരു അനാഥത്വം ഉണ്ടായപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള ആളുകൾ ജഗദീഷ് ചേട്ടനെ തൽക്കാലം അധ്യക്ഷനായി വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുകയും, അപ്പോൾ മീറ്റിംഗ് അനന്തമായി നീണ്ടുപോകുന്നത് കാരണം അവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു അഡ്വോക്കറ്റ് കമ്മിറ്റി ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി, പിഷാരടി ഇതിൽ നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഒരു സ്വന്തം സംഘടന എന്നുള്ള നിലയിൽ ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനെ സഹായിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നൊരു ചിന്തയോടുകൂടി ഞാൻ നിൽക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്നു. അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു അഡ്വോക്കറ്റ് കമ്മിറ്റി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം വാർത്ത കണ്ടു. അത് ഞാൻ സൈറ്റിൽ കയറിയ വിധി എന്താണ്, വിധിയല്ല സ്റ്റേ എന്താണെന്ന് നോക്കി. സ്റ്റേ എന്താണെന്ന് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് കമ്മിറ്റിയല്ല, എനിക്ക് വ്യക്തിപരമായി ഇത് അല്ലാതെ എൻ്റെ വ്യക്തിപരമായൊരു പ്രശ്നമേ ഇതിനകത്തില്ല. ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഞാനെന്ന വ്യക്തിയുടെ യാതൊരു വിഷയവുമില്ല. ഞാനൊരു സംഘടനയുടെ അഡ്വോക്കറ്റ് കമ്മിറ്റിയുടെ കൺവീനറായി എനിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ ഉള്ള ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേ വരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റി പറഞ്ഞു ഞാനായി, കോടതി പറഞ്ഞു ഞാൻ മാറുന്നു. എൻ്റെ കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിലങ്ങനെ വലിയ എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ കണക്കിലെടുത്ത് ഇതിലങ്ങനെ കടിച്ചു തൂങ്ങണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഞാനും രാജിവെക്കാം, മാറാം, ബാക്കി ചുമതലകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്നു പോകട്ടെ. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എനിക്ക് മനസ്സിലായത് ഇപ്പം എൻ്റെ പേര് മാത്രമേ ഞാൻ ആ ഇതിൽ കണ്ടുള്ളൂ. അതെ, പക്ഷെ മെമ്പേഴ്സ് എന്നില്ല. താങ്കൾ രാജിവെക്കുന്നതാണ് പറഞ്ഞത്. താങ്കളുടെ കേസ് അല്ലെങ്കിൽ താങ്കൾക്കെതിരെയുള്ള ഹർജിയിൽ അന്തിമ തീരുമാനം കോടതിയിൽ വന്നിട്ടില്ല, താൽക്കാലിക സ്റ്റേ ആണ്. അപ്പോൾ ആ സ്റ്റേയിൽ തീരുമാനം ആ താൽക്കാലിക സ്റ്റേ ആണെങ്കിൽ ഞാൻ എന്താണെന്ന് അറിയാം, ഞങ്ങൾ അഡ്വോക്കറ്റ് കമ്മിറ്റി കയറിയതിന് ശേഷം ഇപ്പോൾ 10-15 ദിവസമായില്ലേ, ഞങ്ങൾക്ക് ഇതിൻ്റെ മിനിറ്റ്സ് ബുക്ക് കിട്ടിയിട്ടില്ല. അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഒന്നും ഓഫീസിൻ്റെ താക്കോലുകൾ കൈമാറിയിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ പത്രസമ്മേളനത്തിൽ ഞാൻ 2 പത്രസമ്മേളനമേ കൂടിയുള്ളൂ. അത് ഒന്ന് പത്രസമ്മേളനം കൂടിയതല്ല, ഞാൻ നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഉദ്ഘാടനം പാലക്കാട് കഴിഞ്ഞ് വരുമ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചതാണ്. അപ്പോൾ ഇതൊന്നും തന്നില്ലെങ്കിലും നമ്മൾ ഇവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്തത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടന 10-32 വയസ്സായൊരു സംഘടനയെ കോടതിയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. അത് രമ്യതയിൽ പരിഹരിക്കണം. ഞാൻ സംസാരിക്കാമെന്ന് ഓർത്തു. ഞാൻ അങ്ങനെ എൻ്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം, എൻ്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്നാണ് ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി എൻ്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് കിടക്കണം എന്നാണ്. ഇപ്പോൾ ഇനി മറ്റൊരു ഓപ്ഷൻ, ഇപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടി രാജിവെച്ച ഒരാൾക്ക് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റേ വാങ്ങിക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചു. എനിക്ക് വേണമെങ്കിൽ ഈ സ്റ്റേക്കെതിരെ നാളെ കോടതിയിൽ കണ്ട് ഇതെങ്ങനെയാണ് ഈ സ്റ്റേ വരുന്നത്, പ്രാഥമിക അംഗത്വം ഇതും രാജിവെച്ച് പോയവരല്ലേ ഇത് തന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തുടരാമെന്നൊക്കെ പറയാം. പക്ഷേ എനിക്കങ്ങനെ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹവുമില്ല. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള, ഒരുപക്ഷെ സഹപ്രവർത്തകരെന്ന് പറയരുത്, പലരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അവരൊക്കെ എന്നേക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നതും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നതും
ഞങ്ങൾ എത്രയോ കാലം ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്തുമൊക്കെ ഈ സംഘടന ഈ ലെവലിലാക്കിയെടുത്ത് നിന്നും എനിക്കിതിനെ കോടതി കയറ്റാനോ ഇതിനെതിരെ എന്തെങ്കിലും പറയുവാനോ അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ കമ്മിറ്റിയുടെ കണക്കുകൾ അവർ അവതരിപ്പിച്ചത് കമ്മിറ്റിയിൽ പാസ്സായില്ല. ആ കണക്ക് പാസ്സാകാത്തപ്പോൾ തന്നെ ആ കമ്മിറ്റിയുടെ മാൻഡേറ്റ് പോയി. അതിനകത്ത് അവരുടെ അക്കൗണ്ടൻറ്റും നമ്മുടെ കാഷ്യറും അത് പറഞ്ഞു. അത് കണക്ക് പാസ്സാകാതിരുന്ന സാഹചര്യത്തിലാണ് ഈ ഡിസ്കഷൻ തുടങ്ങിയത്. അപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ ഔദ്യോഗികമായി രാജി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് രാജിവെക്കണമെങ്കിൽ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ബാക്കിയുള്ളവർക്കൊക്കെ രാജി കൊടുക്കുക. ഇവരൊക്കെ കൂടെ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഇവർ ആർക്കാ രാജി കൊടുക്കണേ? അവിടെ ഔദ്യോഗികമായിട്ട് കൊടുക്കണമെങ്കിൽ ഒന്നിക്ക് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് മേടിക്കാൻ വേണം. അപ്പോൾ ആ ഡിക്ലറേഷനാണ് കമ്മിറ്റി ഔദ്യോഗികമായൊരു രാജിയായിട്ട് എടുത്തതും അവിടെ വെച്ച് മറ്റൊരു കമ്മിറ്റിയെ തീരുമാനിക്കണം എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും. അപ്പോൾ എനിക്കിതിൽ കടിച്ചു തൂങ്ങണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹങ്ങളുമില്ല. നല്ലത് നടക്കട്ടെ, നല്ലത് സംഭവിക്കട്ടെ. നാളെകളിൽ ഈ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അവിടെ എല്ലാവരും ചിരിച്ച് കളിച്ച് തോളെ കൈയിട്ട് സന്തോഷത്തോടെ പരിപാടി ചെയ്യുന്നതും ആളുകളെ സഹായിക്കുന്നതുമൊക്കെയുള്ള അത്തരത്തിലൊരു കാലത്തിലോട്ട് തന്നെ വരട്ടെ എന്ന് പറയുന്നു. മറ്റ് എന്തോ അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് മുന്നിട്ടിറങ്ങിയിരുന്നു. ഒരുപാട് പേരുമായിട്ട് ആൾക്കാർ എല്ലാവരോടും സംസാരിച്ച് മുന്നിട്ടിറങ്ങിയിരുന്നു. ശ്രമത്തെയാണ് ശ്വേതാമേനോൻ ഒരു ബാക്ക് സ്റ്റാബ് ചെയ്തേക്കുന്നത്. അല്ല, അതൊക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ശ്രമിച്ചു, എൻ്റെ ശ്രമം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഞാൻ അതാ പറഞ്ഞു, എനിക്ക് ആ ശ്രമം കോടതി വഴി ഈ അധികാരം തിരിച്ചു വാങ്ങിച്ച് അവിടെ ചെന്നിരിക്കാനൊന്നുള്ള യാതൊരുവിധ താല്പര്യവുമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഞാനിത് എടുത്തപ്പം അയ്യോ ഈ സമയത്ത് എന്തിനാണ് ഇതെടുത്തത് എന്നൊക്കെ വളരെ സ്നേഹം കൊണ്ട് വിളിച്ചു ചോദിച്ചു. അപ്പോഴും നമുക്കിതിനോട് വലിയ ആത്മാർത്ഥതയുണ്ട്. നമ്മൾ പറ്റുമെങ്കിൽ ഒന്ന് എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് അനുരഞ്ജനത്തിൽ കൊണ്ടുപോകാം. അത്രയും ആകെ 400 പേരല്ലേ ഉള്ളൂ, അത്രയും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. മനുഷ്യരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും സഹിച്ചും വിട്ടുകൊടുത്തുമൊക്കെ നിന്നാൽ നടത്തിക്കൊണ്ട് പോകാമെന്നേ. കൊല്ലത്തിലൊരു ജനറൽ ബോഡി മീറ്റിങ്ങും 1-2 സ്റ്റേജ് ഷോയും ഒക്കെ ചെയ്ത് പോകുന്ന, അല്ലാതെ റൂട്ടിലിറങ്ങി സമരം ചെയ്യാനോ അവകാശങ്ങൾക്ക് വേണ്ടി വഴക്കിടുന്നതൊന്നും ആയിട്ടുള്ളൊരു സംഘടനയല്ലല്ലോ. ഒരു വെൽഫെയർ ചാരിറ്റബിൾ അസോസിയേഷനാണ്. പറ്റുന്ന നല്ലത് സമൂഹത്തിന് ചെയ്യുന്നുണ്ട്, പറ്റുന്ന ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം സമൂഹത്തിന് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ വെള്ളപ്പൊക്കത്തിന് 5 കോടി രൂപ ഷോ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സംഘടനയിലെ അംഗങ്ങൾ 25, 40, 50 ഒക്കെ വെച്ച് 2, 3, 4, 5 കോടി കൊടുത്തിട്ടുണ്ട്. ആംബുലൻസ് കൊടുത്തിട്ടുണ്ട്, വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, കോവിഡിന് മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചാരിറ്റിയും ചെയ്യുന്നൊരു സംഘടനയാണ്. ആ സംഘടനയെ കോടതി കയറ്റണമെന്നോ അതിൻ്റെ ഒരു സ്ഥാനത്തിന് വേണ്ടി കോടതി വഴി ഇത് നേടിയെടുക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജനറൽ ബോഡി, ഇതിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അവരെന്നോട് നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നു. കോടതിയിൽ നിന്ന് സ്റ്റേ വന്നു, ഞാൻ മാറി. ഇനി അത് അതിൻ്റെതായ വഴിക്ക് പോകട്ടെ. എനിക്ക് സ്ഥാനം വേണമെന്നില്ലല്ലോ പരിശ്രമിക്കാൻ. സ്ഥാനം വേണമെന്നൊന്നുമില്ല. നമുക്കൊരു സംഘടനയിൽ നിൽക്കുമ്പോൾ നമ്മൾ സിൻസിയറായിട്ട് നിൽക്കണം. അതിൻ്റെ ഒരു പ്രശ്ന സാഹചര്യങ്ങളിൽ നമ്മൾ സിൻസിയറായിട്ട് നിൽക്കണം. അതിനൊരു സ്ഥാനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉറപ്പായിട്ടും നമ്മളെക്കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പ്രാഥമിക അംഗത്വം ഒന്നും രാജിവെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ഈ അഡ്വക്കേറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സംഘടന മാറാം, അത്രേ ഉള്ളൂ. ആ രാജി ഇപ്പം ഇനിയിപ്പോൾ ആർക്കും കൊടുക്കണ്ട. അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ വേറെ ആർക്കെങ്കിലും കൊടുക്കണോ അപ്പുറത്ത് കൊടുക്കണോ എന്നുള്ളത്. എൻ്റെ ഈ രാജിക്ക് ഇനി ഞാൻ കത്ത് കൊടുത്തില്ലെങ്കിലും ഇതൊരു ഡിക്ലറേഷനാണ്. ഒരു കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ ഈ രാജിയല്ലെന്നും പറഞ്ഞ് ഞാൻ വരികയില്ല. രാജി തന്നെയാണത് കേട്ടാ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് കമ്മിറ്റി എന്നുള്ളത് ബൈലോ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കൺവീനർ സ്ഥാനത്ത് നിന്ന് രമേശ് പിഷാരടി മാറിയാലും ബാക്കിയുള്ള അംഗങ്ങൾക്ക് നിയമസഭയില്ലല്ലോ. അല്ല, അഡ്വക്കേറ്റ് കമ്മിറ്റി എന്നുള്ള ബൈലോയിലില്ല എന്ന് പറയുന്നത് ഞാനൊരു സില്ലിയായിട്ടുള്ള ഉദാഹരണം പറഞ്ഞോട്ടെ. നമ്മൾ 7 മണിക്ക് മീറ്റിംഗ് കൂടുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ മെഴുകുതിരി എത്തിക്കണോ വിളക്ക് എത്തിക്കണോ എന്നുള്ളത് ബൈലോയിലില്ലല്ലോ. ഇതിനൊരു പാരൻ്റ് ബുക്കുണ്ട്. ആ ബുക്കിൽ അസന്നിഗ്ധ ഘട്ടങ്ങൾ എല്ലാവരും കൂടി രാജിവെച്ച് പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പെക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അധികാരം ജനറൽ ബോഡിക്കാണ്. അവർ ഒരു തീരുമാനം എടുക്കണം. അല്ലാണ്ട് എന്താ ചെയ്യുക? അവിടെ ദൈനംദിന കാര്യങ്ങൾ നടക്കണ്ടേ. അതിൻ്റെ പേര് അഡ്വക്കേറ്റ് കമ്മിറ്റിയെന്നോ സൗഹൃദ കൂട്ടായ്മയെന്നോ ഓൺലൈനിൽ പറയുന്ന പോലെ കുടുംബശ്രീയെന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷേ അവിടെ ദൈനംദിന കാര്യങ്ങൾ നടക്കാനൊരു കമ്മിറ്റിയും അതിനൊരു തലവനും ഒക്കെ വേണ്ടേ. ഈ പർട്ടിക്കുലർ വാക്ക് ബൈലോയിലില്ലായിരിക്കും. പക്ഷേ അങ്ങനെ ഇല്ലാത്ത ബൈലോയിൽ പെടാത്ത പല സംഭവങ്ങളും ഒരു സംഘടനയിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ പാരൻ്റ് ബുക്ക് ഏതാണ്, അത് നോക്കിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെയാണ് ഇത് വന്നതെന്നാണ് അവർ ഉത്തരം പറയേണ്ട കാര്യമാണ്. ഞാൻ ആരോടും വ്യക്തിപരമായി മാനസികമായിട്ടുള്ള ദേഷ്യവും ശത്രുതയോ ഒന്നുമുള്ള ആളല്ല. ഞാൻ പറഞ്ഞതുപോലെ എനിക്കുണ്ടായിരുന്നൊരു സൗഹൃദത്തിൻ്റെ ആക്കം വെച്ചിട്ട് ആകെ ഈ ഒരു കാര്യം എനിക്കൊരു ചെറിയ വേദന തോന്നിയുള്ളൂ, വേറൊന്നുമില്ല. ഇല്ല ഏതാ ഗുരുതരമായ അഴിമതി ആരോപണം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഏതാ
അതൊക്കെ ആരോപണങ്ങളാണല്ലോ. ആരോപണങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആരോപിച്ചവരും ആരോപണം കേട്ടവരും തമ്മിൽ തെളിയിക്കുക. ഞാനൊരു അനുരഞ്ജന ചർച്ച, ഒരു അനുരഞ്ജന സംസാരമാണത്. അപ്പോൾ പലപ്പോഴും അവരുടെ പക്ഷത്ത് നിന്ന് അവരെ കേട്ട് ഒക്കെ സംസാരിക്കുന്നതാണല്ലോ അത്. അതൊക്കെ ഒരു പൊതുസമൂഹത്തോടോ പൊതുസമൂഹം കേൾക്കാനോ അവർ വിലയിരുത്താനോ ഒന്നുമല്ല. നമ്മൾ വളരെ കോൺഫിഡൻഷ്യലായി വളരെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ അല്ലേ സംസാരിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പം എന്തോ എനിക്കറിയത്തില്ല, അതൊക്കെ എൻ്റെ ഭാഗമല്ല. ഞാൻ ഇനി ഇതിനെപ്പറ്റി മിണ്ടാൻ ആളല്ല, ഞാൻ വെറും മെമ്പറായി കഴിഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ. ഒക്കെ വരും ദിവസങ്ങളിൽ കാണാമല്ലോ. നമ്മളൊരു കുഞ്ഞൊക്കെ ജനിച്ചു ഇതിൻ്റെ ഭാവി എന്താണെന്നുള്ളത് വളരുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് ഓട്ടത്തിൽ കാണാൻ പറ്റും. ജനറൽ ബോഡി ഉടനെ ചേരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിപ്പോൾ വിളിക്കാൻ എനിക്ക് അധികാരമില്ല, ആൾക്കാർ വിളിച്ചോളും. മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.